ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم ومن أحسن دينا ممن أسلم وجهه لله وهو محسن واتبع ملة إبراهيم حنيفا. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളൊക്കെ പേഴ്സണാലിറ്റി ഇഷ്ടപ്പെടുന്നവരും സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെ പണിയെടുക്കാൻ മടിയില്ലാത്തവരുമാണ്. പുറംമോടി കൊണ്ടും അഭിനയം കൊണ്ടും ആളുകൾക്കിടയിൽ പലരും ഇന്ന് സുന്ദരന്മാരാണ്, ആളുകൾക്കിടയിൽ നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയവരാണ് ഒരുപക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള പല ആളുകളും. കാരണം വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുക, ആളുകൾക്കിടയിൽ പേഴ്സണാലിറ്റി ഇല്ലാണ്ടായി പോകുക എന്നുള്ളത് പലരെയും സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായി, സഹിക്കാനാവാത്ത ഒരു സങ്കടമായിട്ടാണ് പല ആളുകളും ഇന്ന് അനുഭവിക്കാറുള്ളത്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ അഭിനയിച്ചും ചില കാര്യത്തിൽ മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിച്ചും നാട്ടിലും കുടുംബത്തിലും വ്യക്തിത്വമുണ്ടാക്കുന്ന ആളുകൾക്ക് ആ വ്യക്തിത്വം കൊണ്ട് ഈ സമൂഹത്തിലുള്ള ചില ആളുകളുടെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്നതല്ലാതെ അള്ളാഹുവിന്റെ അടുത്ത് അത്തരക്കാർക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പഠിപ്പിച്ചതും ഇന്ന മിമ്മാ അഖാഫു അലൈക്കും മിൻ ബഅദി അശ്ശിർകുൽ അസ്ഗർ അയ്യുരിയാ. എന്റെ കാലശേഷം ജനങ്ങളെ തൊട്ട് ഞാൻ ഭയപ്പെടുന്നത്
നാട്ടുകാർക്കിടയിലും ജനങ്ങൾക്കിടയിലും പേരെടുക്കാൻ വേണ്ടി, സ്വന്തം വ്യക്തിത്വം ഉറപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു കൂട്ടരുണ്ടാവും. അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും ലോകമാന്യതയ്ക്ക് വേണ്ടിയാവും. അവരെയാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന പ്രവാചകന്റെ വാക്കുകൾ അർത്ഥമാക്കിക്കൊണ്ട് ഇന്ന് നമ്മളിൽ പലർക്കും സമൂഹത്തിലുള്ള നിലപാടുകളിൽ, സമൂഹത്തിലുള്ള വ്യക്തിത്വം ജനങ്ങൾക്കിടയിലുള്ള വ്യക്തിത്വം മാത്രമേയുള്ളൂ. പക്ഷേ ആവർത്തിച്ച് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു, ഒരു വിശ്വാസിക്ക് അവന്റെ വ്യക്തിത്വവും നിലപാടും ഉണ്ടാകേണ്ടത് അവന്റെ ദീനിലാണ്. ആ ദീനിൽ വ്യക്തമായൊരു നിലപാടോ ആ ദീനിൽ അവന്റെ വ്യക്തിത്വവും നന്നാക്കാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ നാളെ റബ്ബിന്റെ മുൻപിൽ അവൻ ഏറെ പരിഹസിക്കപ്പെടും. നാഥന്റെ കോടതിയിൽ അവന് യാതൊരു പരിഗണനയും അള്ളാഹു നൽകുകയും ചെയ്യുന്നില്ല. കാരണം ദീനിൽ ഒരു വ്യക്തിക്ക് നിലപാടുണ്ടെങ്കിൽ ആ നിലപാട് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ അംഗീകരിക്കുന്ന മതത്തിൽ, നമ്മൾ വിശ്വസിക്കുന്ന ആ മതത്തിന്റെ ആചാരങ്ങളിൽ വ്യക്തമായൊരു നിലപാട് നമുക്ക് സ്വീകരിക്കാൻ സാധിച്ചാൽ ഇതര മതക്കാർ പോലും ഈ മതത്തെ ബഹുമാനിക്കും. ആ മതത്തിന്റെ വിഷയത്തിൽ ഇന്ന് ചിലർ കാണിക്കുന്ന കണിശതയും ആ മതത്തോട് ചിലർ കാണിക്കുന്ന ശത്രുതയും ഇല്ലാതാക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും. ഒരു ഉദാഹരണമായി, ഇക്കഴിഞ്ഞ ആഴ്ച കണ്ണൂർ ജില്ലയിലുള്ള ഒരു വലിയ പണക്കാരന്റെ കുടുംബത്തിൽ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ ഇന്ന് മറ്റാരേക്കാളും 100 ഷോപ്പുകളിലധികം പേരുകേട്ട സ്ഥാപനങ്ങൾ വിദേശ രാജ്യത്തുള്ള, ഓരോ ദിവസവും കോടിക്കണക്കിന് വരുമാനമുള്ള ആ മനുഷ്യന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ മകന്റെയും ജ്യേഷ്ഠന്റെ മകന്റെയും കല്യാണം ഒരുമിച്ചിട്ടായിരുന്നു. ആ വിവാഹത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് എല്ലാവരും ആശ്ചര്യത്തോടെ ആദ്യം ചിന്തിച്ചത്, എല്ലാ ആർഭാടങ്ങളും ഉണ്ടാകും, എല്ലാ കാര്യങ്ങളും ഇന്ന് അങ്ങനെയാണല്ലോ, 10 രൂപ കൂടിയാൽ പ്രാഞ്ചി ചമഞ്ഞ് നാട്ടുകാർക്കിടയിൽ പേരെടുക്കാൻ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അത് സെലിബ്രിറ്റികളെ കൊണ്ടുവന്നിട്ടാണെങ്കിലും, വിദേശികളായ ആളുകളെ ഉടുക്കാതെ സ്വാഗതം പറയാൻ മുൻഭാഗത്ത് നിർത്തിയിട്ടാണെങ്കിലും, മാന്യമായിട്ട് വസ്ത്രം ധരിക്കാത്ത പെണ്ണിനെ ജനങ്ങൾക്കിടയിലൂടെ അഴിഞ്ഞാടാൻ വിട്ടിട്ടാണെങ്കിലും, എന്തിനും ഏതിനും പ്രശസ്തിയും പബ്ലിസിറ്റിയും ആഗ്രഹിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ക്ഷണിക്കപ്പെട്ട ആളുകളെ മാന്യമായി സൽക്കരിക്കുന്നു. ഒരാർഭാടങ്ങളുമില്ലാതെ, ഒരാഘോഷങ്ങളുമില്ലാതെ നിക്കാഹ് നടക്കുന്നു. ഭംഗിയായിട്ട് ഓരോരുത്തരെയും ഇരുത്തി ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കുന്നു. പുതിയാപ്ലയെ കണ്ട് സലാം പറയേണ്ടവർക്കും പ്രാർത്ഥിക്കേണ്ടവർക്കും 2 പുതിയാപ്ലമാരും താഴത്തെ നിലയിൽ 2 പേര് മാത്രം സ്റ്റേജിൽ. 2 പുതിയാപ്ലമാരുടെയും പെണ്ണുങ്ങൾ, ഭാര്യമാര് 2ാമത്തെ ഫ്ലോറിൽ സ്ത്രീകൾക്കിടയിൽ മാത്രം. സ്ത്രീകൾക്ക് ഭക്ഷണത്തിന് വേറെയൊരു ഭാഗം. അവിടെ പുരുഷന്മാർ കയറി നിരങ്ങുന്നില്ല, പുരുഷന്മാർക്കിടയിൽ സ്ത്രീകൾ കയറി നിരങ്ങുന്നില്ല. കുറെ കൂട്ടുകാർ വന്ന് പെണ്ണിന്റെയും പുതിയാപ്പന്റെയും മടിയിലിരുന്ന് ഫോട്ടോ എടുക്കുന്നില്ല. ക്യാമറമാൻ വാപ്പാനോട് തുള്ളിക്കളിച്ച് പെണ്ണിനെ കൊണ്ടുവരണമെന്ന് പറയുന്നില്ല. 4 ഭാഗത്തൊന്നും പുകകൾ വരുന്നില്ല. അമ്പരചുംബികളായ പൊട്ടിത്തെറിക്കുന്ന പടകങ്ങളില്ല. ആ കുടുംബം വിചാരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിലുള്ള മറ്റാരേക്കാളും ഭംഗിയായിട്ട് ഏതാർഭാടത്തിന്റെ കോലത്തിലും അത് നടത്താൻ സാധിക്കുമായിരുന്നു. ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങുന്ന പലരും മനസ്സ് തൊട്ട് പറഞ്ഞു, ബാറക്കല്ലാഹു ഫീക്കും, പടച്ചോന്റെ ബർക്കത്തുണ്ടാവട്ടെ ആ കുടുംബത്തിന്, അള്ളാഹു ഇനിയും ആ കുടുംബത്തിന് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഇത് കേട്ടപ്പം പ്രസംഗം നടത്തിയത് കൊണ്ടാവാം ഒരു അമുസ്ലിം സഹോദരൻ അടുത്തു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പം പ്രതീക്ഷിച്ചത് ഇതൊന്നും അല്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ നാട്ടിലൊരു കല്യാണത്തിൽ പങ്കെടുത്തു. അത്ര വലിയ പൈസയൊന്നുമില്ലെങ്കിലും 4 ദിവസം മുൻപേ കല്യാണം തുടങ്ങി. മഞ്ഞക്കല്യാണം, കുത്തുകല്യാണം, ഇങ്ങനെ പലതും കഴിഞ്ഞ് കല്യാണത്തിന്റെ അന്ന് ഗാനമേള, തലേന്ന് രാത്രി ആണും പെണ്ണും വ്യത്യസ്തമായ നിറക്കൂട്ടുകളോടെയുള്ള ബൾബുകൾക്ക് താഴെ നിന്നിട്ടൊരു പാട്ടുപാടി തുള്ളല്. ഇതൊക്കെ പ്രതീക്ഷിച്ചു വന്ന എന്റെ മനസ്സിൽ
ഇത്തരത്തിലുള്ള വിവാഹം കണ്ടപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയി, മുസ്ലിമീങ്ങളുടെയൊക്കെ കല്യാണം ഇങ്ങനെയായിരുന്നെങ്കിലെന്ന്. ഇതാ നിലപാട്, ഇതാണൊരു മനുഷ്യന്റെ വ്യക്തിത്വം. അതോടൊപ്പം തന്നെ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, എന്റെ ജീവിതത്തിൽ, നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം. വീട്ടിൽ അല്പം മാംസം കിട്ടിയപ്പോ, കുടുംബത്തിൽ ഒരു അക്കീക്കയുടെ ഭാഗമായിട്ട് അല്പം മാംസം കിട്ടിയപ്പോ, അയൽപ്പക്കത്ത് താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന് വേണ്ടി അത് കൊടുക്കാൻ തയ്യാറായപ്പോ, ആ മാംസം കയ്യിലേക്ക് നീക്കുന്നതിന് മുൻപേ അവൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ മാലയിട്ടിട്ടുണ്ട്. പിന്നെ കുടുംബവും നിർബന്ധിച്ചിട്ടില്ല, വാങ്ങാൻ അവൻ വന്നിട്ടുമില്ല. ഇതാ മനുഷ്യരെ നിലപാട്. പക്ഷെ ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലോ, കല്യാണമാണെങ്കിൽ വാപ്പാർക്കുമാർക്കും അത് 6ഉം 7ഉം ദിവസം ആഘോഷിക്കണം. ആള് നല്ല ദീന, ഒന്നാമത്തെ സഫിലും നാട്ടില് ഏത് ഇസ്ലാഹി രംഗത്തും ഉണ്ടാകും. പക്ഷെ മാമൂല് വിട്ടിട്ടൊരു കളിയില്ല. ആർഭാടങ്ങളും അനാചാരങ്ങളും നിറയുന്ന കല്യാണം ഒരു ഭാഗത്ത്, ഓണം വരുമ്പം കസുകൊടുത്ത് പറഞ്ഞേക്കുന്ന മാതാപിതാക്കൾ മറുഭാഗത്ത്, ക്രിസ്മസ് വരുമ്പം പ്രത്യേക ഫാഷനുകളിൽ കേക്കുകൾ ഉണ്ടാക്കി മുറിക്കുന്ന കുടുംബങ്ങൾ മറുഭാഗത്ത്, ഹാപ്പി ന്യൂ ഇയറുകൾക്ക് രാത്രി കെട്ടയച്ചു വിടുന്ന കുടുംബങ്ങൾ ഒരു ഭാഗത്ത്. അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് നിലപാടുണ്ടെങ്കിൽ എല്ലാ തോണിയിലും കാലിട്ട് പോകുന്നവനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. പരലോകത്തൊരു ബഹുമാനവും അത്തരക്കാരുടെ വിശ്വാസത്തിന് അള്ളാഹു നൽകുകയും ചെയ്യില്ല. അവിടെയാണ് ലോകത്തിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, നിലപാടുകൾക്ക് നിങ്ങൾക്ക് മാർഗം കാണണമെങ്കിൽ ഇബ്രാഹിം നബിയിലേക്ക് നിങ്ങൾ നോക്കണം. ഇബ്രാഹിം അല്ലദീ വഫ, ഇബ്രാഹിം നബീനെ നിങ്ങൾ നോക്കൂ. അല്ലദീ വഫ, അദ്ദേഹത്തിന്റെ നിലപാട്, അദ്ദേഹത്തിന്റെ നിലവാരം, അദ്ദേഹത്തിന്റെ നിറവേറ്റലുകൾ. ചുറ്റുഭാഗങ്ങൾ മുഴുവനും അന്ധവിശ്വാസത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു നാട്, സ്വന്തം പിതാവ് പോലും ബിംബങ്ങളെ കച്ചവടം ചെയ്യുന്ന വാപ്പ, മാതാവ് ബിംബങ്ങൾക്ക് വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഉമ്മ, കളിക്കൂട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും അന്ധവിശ്വാസത്തിന്റെയും ബഹുദൈവത്തിന്റെയും കോട്ടകളിൽ ജീവിക്കുമ്പോ അവർക്കിടയിലേക്ക് ജനിച്ചു വീണ ഇബ്രാഹിം നബി ആ നാടിനനുസരിച്ച് നിലപാട് മാറ്റിയിട്ടില്ല. നാടോടുമ്പോൾ നടുവേ ഓടാൻ മെനക്കെട്ടിട്ടില്ല. ഇതൊന്നുമില്ലെങ്കിൽ ഇപ്പൊ ശരിയാവൂല എന്ന് ചിന്തിച്ച് അള്ളാന്റെ ദീനിനെ പിൻകാലുകൊണ്ട് ചവിട്ടിക്കളഞ്ഞിട്ടില്ല. മറിച്ച് ഓരോ സെക്കൻഡും നിലപാടിൽ ഉറച്ചു നിന്ന് അദ്ദേഹം സമൂഹത്തെ തൗഹീദിലേക്ക് ക്ഷണിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസം ആളുകൾക്കിടയിൽ, ശത്രുക്കൾക്കിടയിൽ മതിപ്പുണ്ടാക്കി. ആളിക്കത്തുന്ന തീക്കുണ്ടാരത്തിലേക്ക് വീഴുന്ന സെക്കൻഡിൽ പോലും എനിക്കെന്റെ റബ്ബ് മതി എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഒരു ഞെട്ടലോടെ ആ ജനത കണ്ടു. ആ തീയിൽ നിന്നും അള്ളാന്റെ സഹായപ്രകാരം അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. ആ ഭാഗത്തെ സൂചിപ്പിച്ച് റബ്ബ് ഓർമ്മപ്പെടുത്തി, വമൻ അഹ്സനു ദീനൻ, ദീനിൽ ഏറ്റവും നല്ലവൻ ആരെന്നറിയുമോ നിങ്ങൾക്ക്? മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ, എല്ലാ ഗുണങ്ങളോടും കൂടി തന്റെ വജ്ഹ്, മുഖം റബ്ബിന്റെ നേരെ തിരിച്ചവൻ. ഇന്ന് കുറച്ചു ഗുണം നമുക്കുണ്ട്. 5 വക്ത് നിസ്കാരമുണ്ട്, ഇടക്കിടക്ക് ഖുർആനോത്തുണ്ട്, റമദാൻ വരുമ്പം നോമ്പോൽക്കലുണ്ട്, എല്ലാ ഖുർആൻ ക്ലാസ്സിലും പോലുണ്ട്. അതല്ല, വഹുവ മുഹ്സിനുൻ, എല്ലാ ഗുണങ്ങളോടും കൂടി തന്റെ വജ്ഹിനെ, മുഖത്തെ റബ്ബിന്റെ നേരെ തിരിച്ചവർ ആരാണോ, വത്തബഅ മില്ലത ഇബ്രാഹിം ഹനീഫ, അങ്ങനെ ഋജുമനസ്കരായ ആളുകൾക്ക് ഇബ്രാഹിം നബിയിൽ വ്യക്തമായ ചരിത്രമുണ്ട്. വത്തഖദല്ലാഹു ഇബ്രാഹിം ഖലീലൻ, അതുകൊണ്ടാണ് റബ്ബ് ഇബ്രാഹിം നബിയെ കൂട്ടുകാരനായി തെരഞ്ഞെടുത്തതും. ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം ഈ നിലപാടില്ലായ്മയാ, ദീനിനോടുള്ള അവഗണനയാ. സ്വന്തം വ്യക്തിത്വവും നിലപാടിൽ നിന്നും ദീനിനെ മാറ്റി നിർത്തി സമൂഹത്തിന്റെ ഇടയിലുള്ള പേരും പെരുമയും മാത്രം ആഗ്രഹിച്ചപ്പോ ആളുകൾക്ക് ഇന്ന് പേരും പെരുമയും എടുത്താ പൊങ്ങാത്തത്രണ്ട്. അള്ളാന്റെ ദീനില് ഒരു നല്ല നിലപാടില്ല, ഒരയഞ്ഞ കൊയഞ്ഞ, ഒരു എല്ലാ തോണിയിലും കാലിടുന്ന, അതാണെങ്കിൽ അങ്ങനെ ഇതാണെങ്കിൽ ഇങ്ങനെ എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറാനുള്ള കാരണവും അതാ. അതിലേറ്റവും കാലിക പ്രസക്തമായൊരു വിഷയമാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന റജബ് മാസത്തിന്റെ കാര്യം. എത്ര അനാചാരങ്ങൾ ഈ മാസത്തിലുണ്ട്. റജബിന്റെ 27 മിഅ്റാജ് നോമ്പ്, ഇസ്ലാമിൽ അതിന് തെളിവുണ്ടോ? ആളുകൾക്ക് നോട്ടമില്ല, നിലപാടുമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഇവിടെ ഖുതുബ പറയുന്ന സമയത്ത് ഇതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു നല്ല വിഷയങ്ങളാ, പക്ഷെ ഒരു ഖുതുബ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് അത് താല്പര്യമില്ലാതായി. കാരണം ഇസ്ലാമിൽ ജന്മദിനമില്ല,
അതല്ലെങ്കിൽ പ്രവാചകന്റെ പേരിൽ മൗലൂദില്ല എന്ന് കേട്ടപ്പോ അദ്ദേഹം സ്വയം തീരുമാനിച്ചു, ഞാനൊക്കെ ഇടക്കിടക്ക് മൗലൂദ് ആഘോഷിക്കലുണ്ട്, എന്റെ വാപ്പള്ള കാലത്തെ ചെയ്യലുണ്ട്, അതുകൊണ്ട് അതെനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. അതല്ല നിലപാട്. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടോ, ഞാനത് സ്വീകരിക്കും. ഖുർആനിലും ഹദീസിലും ഇല്ലേ, എനിക്കത് വേണ്ട. നല്ലതെന്ന രീതിയിൽ ആരെന്തൊക്കെ കടത്തിക്കുട്ടിയാലും ആ കപടഭക്തി എനിക്ക് വേണ്ട. വേണ്ടതെല്ലാം സ്വർഗത്തിന്റെ അവകാശി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്ന വിശ്വാസം. ആ റജബിൽ ഇന്ന് ചിലർ പറയുന്നതാണ് ആ റജബിന്റെ പോരിശ, റജബിലെ ഉംറ, റജബിലെ അത്തരത്തിലുള്ള ഇബാദത്തുകളൊക്കെ. റജബ് എന്ന മാസത്തിന് ഒരു പോരിശയും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഒരു കാര്യത്തിലല്ലാതെ റബ്ബ് നൽകിയിട്ടില്ല. ആ ഒരു കാര്യമേതാ? യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസം, പവിത്രമാക്കപ്പെട്ട 4 മാസത്തിൽ ഒന്ന് റജബ. മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ, ഈ 4 മാസം അള്ളാഹ് പരിശുദ്ധമാക്കി. ആ പരിശുദ്ധമാക്കിയത് കൊണ്ട് അതിലെന്തെങ്കിലും ഇബാദത്ത് വേറെ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ആ മാസത്തിലെ 27 നോമ്പ് വെൽക്കണം, അന്ന് മെഹറാജ് ആയിരുന്നു എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ മാസത്തിൽ നിങ്ങൾ ഒരു രാത്രി 12 റക്അത്ത് നിസ്കരിക്കണം, ആ റജബിൽ ഒരു ഉംറക്ക് പ്രത്യേകത ഉണ്ട് എന്ന് ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ആ മാസത്തിന്റെ ആകെ പ്രത്യേകത മിൻഹ അർബഅതു ഹുറുമിൻ, 4 പരിശുദ്ധമാക്കപ്പെട്ട മാസങ്ങളിൽ ഒന്ന് മാത്രമാണ് റജബ്. ആ പരിഗണന റജബിന് കൊടുക്കാം. അതിനർത്ഥം ആ പരിഗണന കൊടുത്തോണ്ട് നിങ്ങൾക്ക് നോമ്പ് നോൽക്കാം എന്ന് വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാന്റെ ഹബീബ് സ്ഥിരമായി സാധാരണ എടുക്കുന്നത് പോലെ സുന്നത്ത് നോമ്പ് റജബിലും എടുത്തിട്ടുണ്ട്. എല്ലാ തിങ്കളും വ്യാഴവും എടുക്കുന്നത് പോലെ, അയ്യാമുൽ ബീദ് പോലെ എല്ലാ മാസത്തിലും എടുക്കാറുണ്ട് എന്നല്ലാതെ റജബ് 27 ഒരു പ്രത്യേക പോരിശ, ആ റജബ് 27 ഒരു മിറാജിന്റെ രാവ്, ആ രാത്രിയിൽ ഒരു നിസ്കാരം, ആ രാവിലിന്റെ പകലുകളിൽ ഒരു നോമ്പ് എന്ന അർത്ഥത്തിൽ ഒരു ഉലമാക്കളിൽ നിന്നും ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു നോമ്പ് വന്നിട്ടില്ല. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാ പറയുന്നു, ലം യരിദ് ഫീ ഫളി ശഹരി റജബിൻ, റജബ് മാസത്തിന്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് ഒരു സ്വഹീഹായ ഹദീസ് പോലും ലം യരിദ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. വലാ സിയാമിഹി, അതിലൊരു നോമ്പുണ്ട് എന്നും ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല. അതിന്റെ ബാക്കിയിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു, റജബ് മാസത്തിലാണ് മിഅ്റാജ് സംഭവിച്ചത് എന്നതിന് പോലും ഇസ്ലാമിക ലോകത്ത് തെളിവില്ല. ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും യാത്ര, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭവനത്തിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടെ നിന്ന് ഏഴാനാകാശത്തേക്ക് പോയ യാത്രയാണ് ഇസ്രാഉം മിഅ്റാജും. അത് സംഭവിച്ചത് റജബിലാണ് എന്നുള്ളതിന് യാതൊരു സ്വഹീഹായ തെളിവുമില്ല. പിന്നെ ഇതെങ്ങനെ വന്നു? മുൻകാലഘട്ടത്തിൽ ഇസ്ലാമിൽ കയറിക്കൂടിയ ഖവാരിജുകളായ ആളുകൾ, ഇന്നത്തെ ഷിയാക്കൾ, ഇന്നത്തെ മുർത്തദീങ്ങൾ, അന്ന് ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഓരോ മാസവും ആഘോഷിക്കാൻ അവർ ഓരോ ദിവസം കണ്ടെത്തി. അങ്ങനെ അവർ തീരുമാനിച്ചു, റജബില് മിഅ്റാജ് കിടക്കട്ടെ, ശഅബാനില് ബറാത്ത് കിടക്കട്ടെ, റമദാനില് പിന്നെ അങ്ങനെ ഉണ്ടല്ലോ, ശവ്വാലില് പെരുന്നാൾ ഉണ്ടല്ലോ എന്ന നിലക്ക് അവര് രേഖപ്പെടുത്തിയ അടിസ്ഥാനരഹിതമായ വാക്കുകളും വാദങ്ങളുമാണ് ഈ ഇതിന്റെ പേരിൽ ഇന്ന് ഇസ്ലാമിക ലോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞു, വഅമ്മ സൗമു റജബിൻ, റജബിലെ നോമ്പിന്റെ വിഷയത്തിൽ ബിഖുസൂസിഹി കുല്ലുഹാ ലഈഫുൻ, അത് നോൽക്കണമെന്ന് പറയുന്നതും അങ്ങനെ ഒരു നോമ്പുണ്ടെന്ന് പറയുന്നതും അതിന് പ്രോത്സാഹനം കൊടുക്കുന്നതും എന്നവർ പറയുന്ന സർവ കൗലുകളും ലഈഫുൻ, നിഷേധിക്കേണ്ടതാണ്, തള്ളിക്കളയേണ്ടതാണ്. മറ്റൊരനാചാരമാണ് റജബിലെ ഉംറ. ഇന്ന് പരസ്യം കാണാം, ചില കലണ്ടറുകളിൽ അടിയിൽ കാണാം, റജബിലെ ഉംറ ഇന്ന ഉസ്താദിന്റെ കൂടെ. അള്ളാഹുവിന്റെ തിരുദൂതൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും റജബിൽ ഉംറ ചെയ്തിട്ടില്ല. റമളാനിൽ ഉംറ ചെയ്യാൻ അള്ളാന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ റജബിൽ ഒരു പ്രത്യേകത ഉണ്ടോണ്ട്, റജബിലെ ഉംറ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് പോലും വേണ്ട. അള്ളാന്റെ ഹബീബായ നബി തങ്ങള് റജബ് മാസത്തിൽ ഉംറ ചെയ്തതായിട്ട് ഇസ്ലാമിക ലോകത്ത് തെളിവില്ല. മറ്റൊരു വിഷയം, റജബ് മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഒരു 12 റക്അത്ത് നിസ്കരിക്കണം. ആ നമസ്കാരത്തിന് സലാത്തുർ റഗായിബ് എന്ന് പറയും.
ഇതൊരു പക്ഷേ കേൾക്കുന്ന നമ്മളിൽ പലർക്കും പരിചിതമല്ലെങ്കിലും ഈ വിശ്വാസം വെച്ചു പുലർത്തുന്ന ഇറാഖിലെയും തിക്രീത്തിലെയും ഫലസ്തീനിലെയും ഇതുപോലെയുള്ള പല മുസ്ലിം രാജ്യങ്ങളിലുമുള്ള ഷിയാക്കൾക്കും കുബൂരികൾക്കുമിടയിൽ ഈ പ്രാർത്ഥന നടക്കുന്നുണ്ട്, ഈ നമസ്കാരം നടക്കുന്നുണ്ട്. കേരളത്തിലെ ചില പള്ളികളിലും അതേ കുബൂർ വിശ്വാസം കൊണ്ട് നടക്കുന്ന, ഖബർ പൂജ നടത്തുന്ന, മുഹറം മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസം ദുശ്ശകുനത്തിന്റെ മാസമാണെന്ന് വിശ്വസിക്കുന്ന കേരളത്തിലെ ചില പള്ളികളിലും ഈ നമസ്കാരം നടക്കുന്നുണ്ട്, ഈ നമസ്കാരം നടത്തുന്നുണ്ട്. പക്ഷേ ആ നമസ്കാരത്തെ പറ്റി ഉലമാക്കൾ ഓർമ്മപ്പെടുത്തി, അങ്ങനെയൊരു നമസ്കാരത്തെ പറ്റി അള്ളാഹുവിന്റെ പ്രവാചകനോ അതിനുശേഷം വന്ന 300 കൊല്ലത്തെ സഹാബത്തോ അങ്ങനെ ഒരു നമസ്കാരം നിർവഹിച്ചിട്ടില്ല. 300 കൊല്ലത്തിന് ശേഷം നബിദിനം വന്നതുപോലെ, ഈ രീതിയിലുള്ള റാത്തീബുകളും മൗലൂദുകളും വന്നതുപോലെ മതത്തിൽ കയറിക്കൂടിയ ഒരു പുതിയ ആചാരമാണ് റജബ് മാസത്തിന്റെ ഈ ദിവസങ്ങളിൽ നടത്തുന്ന 12 റക്അത്ത് നമസ്കാരവും ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാവിന് നടത്തുന്ന 100 റക്അത്ത് നമസ്കാരവും ഇന്ന് ഉലമാക്കൾ കൃത്യമായി രേഖപ്പെടുത്തി. അതോടൊപ്പം ഇന്ന് നമ്മൾക്കിടയിൽ പോലും വ്യാപകമായ മറ്റൊരു വിദ്അത്ത് ഉണ്ട്. എനിക്ക് തന്നെ പലരും അയച്ചു തന്നിട്ട് പറയും അള്ളാന്റെ ബർക്കത്തുണ്ടാവട്ടെ. എന്താണ് ആ പ്രാർത്ഥന? ഒരു പ്രാർത്ഥനയാ. ആ പ്രാർത്ഥന അയച്ചിട്ട് പറയും, ആദ്യമായിട്ട് റജബിന്റെ മാസപ്പിറവി കാണുന്നവർക്ക് നരകം നിഷിദ്ധമാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാനിൻ വബല്ലിഗ്നാ റമളാന. ഇത് പ്രാർത്ഥിക്കുന്നവർക്ക്, അതറിയിക്കുന്നവർക്ക് നരകം നിഷിദ്ധമായിരിക്കുമെന്ന്. പലരുടെ സ്റ്റാറ്റസും ഇന്ന് ആ പ്രാർത്ഥന ഉണ്ട്. പലരും അത് കുടുംബക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. എങ്കിൽ ആ ഹദീസിലും ആ പ്രാർത്ഥനയിലും അള്ളാന്റെ തിരുദൂതനിൽ നിന്ന് സ്വഹീഹായി രേഖപ്പെടുത്തിയിട്ടില്ല. ആ റിപ്പോർട്ട് ചെയ്ത ആ ഹദീസ് പറഞ്ഞ വ്യക്തികളിൽ പലരും കള്ളന്മാരാണെന്നും മൗലൂ ആണെന്നും സ്വീകരിക്കാൻ പാടില്ലാത്തവരാണെന്നും ഉലമാക്കൾ രേഖപ്പെടുത്തി. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാനിൻ വബല്ലിഗ്നാ റമളാന എന്ന പ്രാർത്ഥന പോലും ഇന്ന് ലോകത്ത് ആളുകൾക്കിടയിൽ വ്യാപകമായിട്ടുണ്ട്. മനുഷ്യനിർമ്മിതമായ കാര്യങ്ങൾ ജനങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ തിരുദൂതൻ ചെയ്യാറെന്തായിരുന്നോ? ഈ പ്രാർത്ഥന ചൊല്ലിയതാണ് എന്ന് ലോകത്ത് ഇസ്ലാമിക ചരിത്രത്തിലില്ല. മറിച്ച് ഷാബാൻ ആകുമ്പോ, റജബാകുമ്പോ അള്ളാന്റെ തിരുദൂതൻ ഒന്ന് ഒരുങ്ങും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സഹാബത്തിനെയൊക്കെ ഒന്ന് ബോധവാന്മാരാക്കും. റമളാനിലേക്ക് നമ്മൾ വരുന്നുണ്ട്, റമളാനിന് വേണ്ടി ഒന്ന് ഒരുങ്ങണം. റമളാനിന്റെ എത്തുന്നതിന്റെ മുൻപേ നോമ്പ് നോറ്റ് നമ്മളെ ശരീരത്തെ നമ്മൾ ഒന്ന് പാകപ്പെടുത്തണം. കുടുംബ ബന്ധം മുറിച്ചവരുടെ അരികിൽ ചെന്ന് ആ ബന്ധങ്ങൾ കുട്ടിയോജിപ്പിക്കാത്തവൻ നോമ്പിന്റെ പവിത്രതയിലേക്ക് വരുതരുത് എന്ന് താക്കീത് കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും വ്യതിചലിച്ചവരെ ദീനിലേക്ക് കൈപിടിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഈ പ്രാർത്ഥന തിരുദൂതൻ പഠിപ്പിച്ചിട്ടുണ്ട്. സഹാബാക്കൾ ഇത് ഇരുന്ന് ചൊല്ലിയിട്ടുണ്ട്. അറിയാത്തവൻ അറിയാത്ത സഹാബാക്കൾക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാദ്യം അറിയിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്നുള്ളതൊന്നും ഇസ്ലാമിക ലോകത്തില്ല. ഇതൊക്കെ മനുഷ്യനിർമ്മിതമാണെങ്കിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ അറിയിച്ച് തന്നിട്ടുണ്ട് എന്തു വേണം ഇസ്ലാമിൽ എന്നുള്ളത്. 23 കൊല്ലം കൊണ്ട് ഒരു മനുഷ്യന്റെ ആയുസ് സ്വർഗത്തിലേക്കെത്താൻ എന്തൊക്കെ വേണമെന്ന് തീരുമാനിച്ച് പറഞ്ഞയച്ചൊരു റബ്ബും ഒരു പ്രവാചകനും നമ്മളെ കൂടെയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും നമുക്ക് തരക്കേടില്ല എന്ന് തോന്നുന്നതും ഒക്കെ മതത്തിന്റെ പേരിൽ നമ്മൾ കയറ്റിക്കൂട്ടുകയാണ്. ചില ആളുകൾ പറയുന്നത് പോലെ സുബഹി നിസ്കാരമൊക്കെ ബേജാറൊന്നുമില്ലെങ്കിൽ വലിയ സങ്കടമായിട്ട് തോന്നും. എന്റെ പരീക്ഷണവും സൂക്കേടുകാരനാകുകയും ഹോസ്പിറ്റലിലൊക്കെ കേസ് വരികയും ചെയ്ത നിസ്കരിക്കുമ്പോൾ മതിയാത്ത മാതിരിയ, എനിക്ക് ആ സുബിയൊക്കെ ഒരു 10 എണ്ണം പോലെ നിസ്കരിക്കാൻ തോന്നിയ അതങ്ങ് ചെയ്തോന്ന് പറയാൻ ഈ കാരണത്തിന്റെ പേരിൽ മനുഷ്യൻ തയ്യാറായി വരും. അഥവാ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് നിങ്ങളങ്ങ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ഈ മതം എന്നോ നശിക്കും. ആ നാശമായി ഇന്ന് സമൂഹത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പേരിലാ മുസ്ലിം സമൂഹം ഭിന്നിക്കുന്നത്. അതിന്റെ പേരിലാ ഇതര മതക്കാര് പോലും ഈ ആശയത്തെ, ഈ മതത്തെ ഇന്ന് പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാന്റെ ദീനിൽ റസൂലിലൂടെ അള്ളാഹ് അറിയിച്ചു തന്നതിൽ നിലപാട് കടുപ്പിക്കുകയും ആ വ്യക്തിത്വത്തോടെ ജീവിക്കുകയും ചെയ്താൽ പലരും ഇസ്ലാമിനെ ദൂരത്ത് നിന്ന് അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അതിനു പകരം നമ്മളെ കല്യാണപ്പുരയിൽ വന്നവനും തിന്നാൻ വേണ്ടി പ്ലേറ്റും പിടിച്ച് ക്യൂ നിന്ന് മനസ്സ് വെറുത്ത് ഇറങ്ങിപ്പോകുന്നവനും ആളുകളുടെ തുള്ളലും കോപ്രായങ്ങളും കണ്ട്
പർദ്ദയും മസ്തയിട്ട വല്യമ്മമാര് വരെ റീൽസിൽ അഭിനയിക്കാൻ പേരക്കുട്ടികളെ വാക്കും കേട്ട് കല്യാണത്തിന്റെ റീൽസിന് ഒരുങ്ങി നിൽക്കുമ്പോ ഈ മതത്തെ നമ്മൾ തന്നെയാ നശിപ്പിച്ചു കളയുന്നത്. അതിനെ നശിപ്പിക്കാൻ ശത്രുക്കൾ ശ്രമിച്ചാൽ അതിനെ പടച്ചോൻ പ്രതിരോധിക്കും. പക്ഷെ നമ്മളിലൂടെ ഇതിനെ പരിഹസിക്കുമ്പോ അള്ളാഹുവിന്റെ ദീനിനെ നശിപ്പിച്ചതിന്റെ കുറ്റം നാളെ ഞാനും ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് പഠിപ്പിച്ച ദീനിനെ അതേ നിലപാടോടുകൂടി ആ വ്യക്തിത്വത്തിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹൻ നാസ് ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഒരു ഭാഗത്ത് നിരവധി ലക്ഷക്കണക്കിന് കള്ള ഹദീസുകളിലൂടെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇന്നും വലിയ ഒഴിയാബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മറുഭാഗത്ത് സ്വഹീഹായി രേഖപ്പെടുത്തപ്പെടുന്ന ഹദീസുകൾ പോലും പച്ചയായി നിഷേധിക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഖുർആൻ മതി, ഖുർആൻ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഹദീസ് ശ്രദ്ധിക്കുമ്പോഴാണ് അത് പ്രവാചകന്റെ ജീവിതം, അന്ന് അറബികൾക്കിടയിൽ ജീവിച്ച ജീവിതല്ലേ അത്. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുവോ? നായ പാത്രത്തിൽ തലയിട്ടാൽ 7 തവണ കഴുകണം, 1 മണ്ണുണ്ടാവണം. ഇതൊക്കെ ഇപ്പൊ ഒരു മനുഷ്യന്മാരോട് പറയാൻ പറ്റുന്നതാണോ? സംഗീതം നിഷിദ്ധമാണ്, മനുഷ്യന്റെ ഹൃദയത്തെ തുള്ളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് മനുഷ്യൻ തുള്ളുന്നതൊക്കെ തെറ്റാണെന്നൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് നിഷേധം നടത്തുന്ന ആളുകളും ഇന്ന് സമൂഹത്തിലുണ്ട്. വലത്തെ കൈകൊണ്ട് തന്നെ തിന്നണം കുടിക്കണം എന്ന് പറയുമ്പോ ആ തിന്ന എച്ചിലുള്ള കൈകൊണ്ട് തന്നെ ഗ്ലാസ് എടുക്കണമെന്ന ഇങ്ങനെയൊക്കെയാ ചില ആൾക്കാർ ഇതിനെ ന്യായീകരിക്കുക. ഹദീസിൽ സ്ഥിരപ്പെട്ട വിഷയം എന്റെ പ്രവാചകൻ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഇടത്തെ കൈകൊണ്ട് കുടിക്കൂ നബിയെ, മുഹമ്മദെ ഞാൻ ഇടത്തോണ്ട് തന്നെ എടുക്കുന്നു പറഞ്ഞതിന് പിന്നീട് ആയുസ്സിൽ ഒരിക്കൽ പോലും വലതെടുക്കാൻ പറ്റിയിട്ടില്ലെന്നും ആ ഇടത്തെ കൈയല്ലാണ്ട് അവൻ അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ലെന്നും ഒക്കെ ഹദീസിൽ കാണുമ്പോ എച്ചിലായ കൈകൊണ്ട് തന്നെ അത് എടുക്കണമെന്ന, കൈ മൂഞ്ചണമെന്ന, അല്ലെങ്കിൽ നക്കണമെന്ന എന്നുള്ളതൊക്കെ ഒരു പരിഹാസമായി ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവിടെ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയ ഒരു വാക്കുണ്ട്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന. മൻ അമില അമലൻ, ഒരാൾ ഒരു പ്രവൃത്തി പ്രവർത്തിക്കുമ്പോ ലൈസ അലൈഹി അംറുന, എന്റെ കൽപ്പന ആ വിഷയത്തിൽ ഇല്ലെങ്കിൽ, അഥവാ ഹബീബായ നബിത്തങ്ങൾ പഠിപ്പിച്ചതോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കപ്പെട്ടതോ അല്ലെങ്കിൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാ. അതേത് വലിയ ഹോജ പറഞ്ഞാലും ശരി, അതേത് വലിയ നേതാവ് പറഞ്ഞാലും ശരി. അതോടൊപ്പം മറ്റൊരു ഭാഗത്ത് കാണാം, ഫമൻ റഗിബ അൻ സുന്നത്തി, ഞാൻ പഠിപ്പിച്ച എന്റെ സുന്നത്തിനോട് നിങ്ങൾക്കൊരു വിമുഖത തോന്നുന്നുണ്ടെങ്കിൽ, അത് കാലഹരണപ്പെട്ട വിശ്വാസമാണ്, പയഞ്ചനാണ്, ഇപ്പോഴത്തെ കാലത്ത് എടുക്കാൻ പറ്റാത്തതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഫലൈസ മിന്നി, അവൻ ഒരിക്കലും എന്നിൽപ്പെട്ടവനല്ല. ഇന്നത്തെ ചില മക്കൾക്ക് തോന്നിയതുപോലെ കല്യാണമൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ, ഡേറ്റിങ്ങുകളും ബെസ്റ്റികളും ലിവിംഗ് ടുഗറുകളൊക്കെ മതി എന്നവർക്ക് തോന്നിത്തുടങ്ങിയ അതും അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം കാലം അങ്ങനത്തതായി പോയി എന്ന് പറയേണ്ടി വരും. അതല്ല ഇസ്ലാമിക നിലപാടും ഇസ്ലാമിന്റെ വ്യക്തിത്വവും. ശരീരം ആഗ്രഹിക്കുന്ന സമയമാകുമ്പോ വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്ലൂ ഫിലിമുകൾ കണ്ട് ശമിപ്പിക്കേണ്ടതല്ല ശരീരത്തിന്റെ തോന്നലുകൾ, വികാരങ്ങൾ. ഇതൊക്കെ ഹൃദയത്തിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴേ ഒരു തലമുറയും ഒരു നാടും ഈ ദീനും എത്രമാത്രം മഹത്വമാണെന്ന് ഈ തലമുറകൾക്ക് പോലും തിരിച്ചറിയാൻ പറ്റൂ. പണ്ടുള്ള ആളുകൾ പറയുന്നത് പോലെ മോന്തായം വളഞ്ഞ ബാക്കിയെല്ലാം വളഞ്ഞു. അറിയിക്കേണ്ടവരും പഠിപ്പിക്കേണ്ടവരും നിലപാടില്ലാതെ അതും ആവട്ടെ ഇതും ആവട്ടെ, ഗാനമേളയും വന്നോട്ടെ, കുറച്ച് കരിമരുന്നും ആയിക്കോട്ടെ,
കുറച്ച് പൂത്തിരി ആയിക്കോട്ടെ എന്നൊക്കെ സ്വയം തീരുമാനിച്ച അള്ളാന്റെ ദീനിങ്ങനെ അല്ലാണ്ടാകാണല്ലോ എന്ന് സ്വയം അള്ളഹാനോട് ഇങ്ങനെ പറയുമ്പം പടച്ചോൻ എന്നറിയാം നമ്മളെ കൂടെ അതൊക്കെ പോകുന്നതെന്ന്. ആ തിരിച്ചറിവോടുകൂടി അള്ളാന്റെ ദീനിനെ സ്നേഹിക്കുക. അത്തരത്തിലുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അൻസുർ ലിഗസ്സ. നാദാ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബക്കാർ, മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, റബ്ബെ ഓരോരുത്തരുടെ ഖബർ നീ വിശാലമാക്കുകയും നാളെ നിന്റെ സ്വർഗത്തിൽ അവരെയും ഞങ്ങളെയും നീ ഒരുമിപ്പിച്ചു കൂട്ടണമേ. അങ്ങേയറ്റം അസുഖം ബാധിച്ച് ആശുപത്രികളിൽ കിടക്കുന്നവരുണ്ട് നാഥ. എന്താണോ ഏറ്റവും ഹൈറായത് ആ ഹൈറായ തീരുമാനത്തിലേക്ക് നീ അവർക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകണമേ. കടബാധ്യതയിൽപ്പെട്ടും ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനത്തിലും അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് റബ്ബെ. എല്ലാം തിരിച്ചറിഞ്ഞ് ഹലാലായ നിലക്ക് ബാധ്യതകൾ തീർത്ത് രക്ഷയോടെ മടങ്ങാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.